സൈഫുദ്ദീൻ സാലിയാർ ചേരുന്നു. സൈഫുദ്ദീൻ സാലിയാർ, ഗുരുതരമായ ആരോപണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും നടിയല്ല, നടിയുടെ വീട്ടിലേക്ക് പോയ നടിയുടെ അമ്മയോട് മോശമായി പെരുമാറി എന്ന ആരോപണമാണ് ഇപ്പോൾ സന്ധ്യ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് സൈഫുദ്ദീൻ സാലിയാർ ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ? തുടർച്ചയായിട്ട് ആരോപണങ്ങൾ വരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇക്കാര്യങ്ങൾ പറയാൻ ഒരു വേദി നേരത്തെ ഉണ്ടായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് വന്ന് ഈ കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടെങ്കിലും പല ജൂനിയർ ആർട്ടിസ്റ്റുകളും മടിച്ചു. 1-2 പേർ നാമമാത്രമായി വന്ന് പ്രതികരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കൊരു ധൈര്യം കിട്ടിയിട്ടുണ്ടല്ലേ സൈഫുദ്ദീൻ സാലിയാർ? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ കുമാർ. തീർച്ചയായും കഴിഞ്ഞ ദിവസം WCC അംഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ നടിയെ ആക്രമിക്കപ്പെട്ട സമയത്ത് ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ പല നടിമാരോടും ആവശ്യപ്പെട്ടപ്പോഴും ഇവർ തുറന്ന് സംസാരിക്കാനോ അതല്ലെങ്കിൽ പരസ്യമായി ഈ നടിക്ക് പിന്തുണ നൽകാനോ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഈ സിനിമയ്ക്കുള്ളിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ റിപ്പോർട്ട് കൊടുത്ത പശ്ചാത്തലത്തിൽ കൂടുതൽ പേർക്ക് അതൊരു ഊർജ്ജം നൽകുകയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. പ്രത്യേകിച്ചും ജൂനിയർ ആർട്ടിസ്റ്റുകൾ, നമ്മൾ നടിമാരുടെ പ്രശ്നങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അവർ ദിവസവേതന അടിസ്ഥാനത്തിൽ സെറ്റിൽ വരുന്നതാണ്. ചിലപ്പോൾ ഇന്നൊരു സെറ്റിലാണെങ്കിൽ നാളെ വേറൊരു സെറ്റിലാകും. ഈ വളരെ താഴ്ന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ് പലരും. ഇവർക്ക് ദിവസവേതനത്തിലാണോ ഈ പറയുന്ന വേതനം കൃത്യമായി കിട്ടുന്നില്ല. അത്തരം പല പ്രശ്നങ്ങൾ അതിനപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് കാസ്റ്റിംഗ് കൗച്ചിന് തയ്യാറാകണമെന്ന് നേരെ ഇവരോട് പറയുന്നത്. ചില നടിമാരോടാണെങ്കിൽ പ്രശസ്തരായ നടിമാരോട് പറയാൻ പോലും ചിലപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മടിക്കുന്നുണ്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് ഇതുണ്ടെങ്കിലേ സിനിമയിൽ അവസരമുള്ളൂ എന്ന് നേരിട്ട് പറയുകയാണെന്നാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറയുന്നത്. അതായത് ഒരു മടിയുമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ അവസരം തരാം എന്നുള്ളതാണ്. കാരണം ഈ നടിമാർക്കോ പ്രശസ്തരായ നടിമാർക്കോ അതല്ലെങ്കിൽ മുൻനിരയിലുള്ളവർക്കോ മറ്റ് സിനിമാ ഓഫറുകൾ ഉണ്ടാകും. അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അവർക്ക് ഒരു കൂലിപ്പണി പോലെയാണ്. ഇന്ന് കിട്ടിയാലേ ഉള്ളൂ, ഇന്ന് ജോലിക്ക് പോയാലേ അവർക്ക് വീട്ടിലേക്ക് അരി വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളോട് നേരെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അല്ലെങ്കിൽ സംവിധായകർ ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ, അതല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ്യൂം ഇടാൻ തയ്യാറാണോ, അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് ഇവരെ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് പോലും. ഇതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും സിനിമയ്ക്ക് അവസരമുണ്ടോ എന്നാണ് ഇവർ പറയുന്നത്. ഇത് ചിലർക്ക് മാത്രമാണ് ഇതിന് നോ പറഞ്ഞ് പുറത്തു പോകാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അരുൺ. മറ്റു പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറായിരിക്കുന്നു. ഇന്നിപ്പോൾ സന്ധ്യ നമ്മളോട് പറയുന്നതും അതിപ്രധാനപ്പെട്ട കാര്യമാണ്. മുകേഷ് MLA-ക്കെതിരെ കഴിഞ്ഞ ദിവസം വന്ന ആരോപണത്തെ അടിവരയിടുന്ന മറ്റൊരു ആരോപണം കൂടിയാണ് ഇന്നിപ്പോൾ സന്ധ്യ പറയുന്നത്. ഒരു നടിയുടെ അമ്മയ്ക്ക് ഇത്തരം മോശം അനുഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. ഒരു നടിക്ക് അനുഭവം ഉണ്ടാകുന്നത് പോലെയല്ല, നടിയുടെ അമ്മയോട് അവരുടെ വീട്ടിൽ ചെന്ന് ആരുമില്ലാത്ത സമയത്ത്, അതായത് ഒരു ജോലി സ്ഥലത്തുണ്ടാകുന്ന അതിക്രമത്തെക്കാൾ വലുതാണ് ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുക എന്ന് പറയുന്നത്. അത് ഒരു ബന്ധപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് യോജിച്ചതല്ല, ആർക്കാണെങ്കിലും യോജിച്ചതല്ല. എങ്കിൽ പോലും മുകേഷ് MLA-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉയരുമ്പോൾ മറുപടി പറയാൻ MLA നിർബന്ധിതനാവുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ MLA-യുടെ പ്രതികരണം വരുമെന്ന് പ്രതീക്ഷിക്കാം. രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദവും ശക്തമാവുകയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിലും നടിമാരാണെങ്കിലും തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ആരാണോ എതിർഭാഗത്ത്, അതല്ലെങ്കിൽ ആരോപണ വിധേയൻ ആരാണോ അയാളുടെ പൊസിഷൻ നോക്കാതെ വിവരങ്ങളും അനുഭവങ്ങളും ദുരനുഭവങ്ങളും പറയാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതായത് അടിമുടി ഒരു മാറ്റത്തിന് മലയാള സിനിമ ഒരുങ്ങുന്നു നമുക്ക് പ്രതീക്ഷയോടെ പറയുന്നത്. ചരിത്രത്തിൽ നമുക്കിതിനെ വെള്ളിത്തിര വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാമെന്നാണ് അഡ്വക്കേറ്റ് ആക്കിയും പറയുന്നത്. ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളിത്തിര വിപ്ലവം എന്നുള്ളതാണ്. ഇതെങ്ങനെ മാറും, എവിടെ നിന്ന് മാറി തുടങ്ങും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജോമോൻ ജോൺ പറയുന്നു, സിദ്ദിഖ് മാന്യനായതുകൊണ്ടാണ് രാജിവെച്ചത്. അവരെ തിരഞ്ഞെടുത്ത ജനങ്ങളല്ലെന്നും ജനങ്ങളാണെന്ന് പറഞ്ഞ് ബോൾഗാട്ടിയെ വിമർശിക്കാൻ ധൈര്യം കാണിക്കൂ. അവരൊക്കെ വിമർശനം അർഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി പ്രസക്തമല്ലേ ജോമോൻ ജോൺ. ജിജി ഇബ്രഹാം പറയുന്നു, ഇന്നത്തെ കാലത്ത് ആളുകൾ ശരിയായതിനെ പ്രതിരോധിക്കുന്നില്ല, അവർ ഇഷ്ടപ്പെടുന്നതിനെ പ്രതിരോധിക്കുകയും അതിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ തന്നെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കറക്റ്റാണ്, അദ്ദേഹത്തിനെതിരെയും ആരോപണമുണ്ട്. ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന താരം, മറുഭാഗത്ത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന താരം, അങ്ങനെ ഇനി ചിലരുടെ പേരുകൾ വരാൻ പോകുന്നു. അങ്ങനെ പല പല പേരുകളും
അന്തരീക്ഷത്തിൽ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്തരം ആരോപണങ്ങൾ ഒരു മേഖലയെ ഞാനതാണ് സൂചിപ്പിച്ചത്. ഹോളിവുഡിൽ ഇതൊരു വലിയ കോളിളക്കം ഉണ്ടായപ്പോഴാണ് അവിടെ സമഗ്ര മാറ്റം ഉണ്ടാവാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴും കാര്യമൊന്നും അത്ര രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. പക്ഷേ ചില നയങ്ങളും ആളുകളൊക്കെ കുറച്ചുകൂടി ജാഗ്രതയുള്ളവരായി മാറി. ഇന്നയാൾ അപകടകാരിയാണ് എന്ന് പറഞ്ഞു. ഞാൻ തുറന്ന് പ്രേക്ഷകരോട് പറയട്ടെ, ഇന്നലെ ഒരു സംവിധായകൻ്റെ കാര്യം, ഒരു പരസ്യചിത്ര സംവിധായകൻ കൂടിയായ ഒരു ചലച്ചിത്ര സംവിധായകനെ കുറിച്ച് ഒരു സംവിധായിക പറഞ്ഞത് ആ കാര്യം ഓർമ്മിച്ചെടുക്കാൻ തന്നെ തനിക്ക് ഭയമാണ് എന്നാണ്. ആ സിനിമയിലെ ഒരു സീൻ, ഹോട്ടൽ മുറിയിലേക്ക് ഒരു നായിക ക്ഷണിച്ചു വരുത്തിയിട്ട്, ഒരു നടിയെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരുടെ സിനിമാ താല്പര്യം മുതലെടുക്കാൻ വേണ്ടി ഈ സംവിധായകൻ നടത്തിയ പരിശ്രമം ആ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതവർ പറയുന്നത് അതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. സിനിമയിൽ ഇങ്ങനെയൊക്കെ വേണം, ഈ രീതിയിൽ ഇമോഷൻസ് വേണം, കുറച്ച് ഇൻറ്റിമേറ്റ് ആവണം, കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആവൂ. അങ്ങനെ ഇൻറ്റിമേറ്റായി ഒടുവിൽ കരണക്കുറ്റിക്ക് അടിയും കിട്ടി പുറത്തുപോയി. ഇതാണ് സംഭവിച്ചത്. ഇതൊക്കെ സ്വന്തം ജീവിതത്തിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളാണെന്ന് ഒരു സംവിധായിക തന്നെ വെളിപ്പെടുത്തുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് നമ്മൾ കാതോർത്തിരുന്നില്ലെങ്കിൽ ഇത് ആജീവനാന്ത കാലം ഇങ്ങനെ പോകും. ഇതൊക്കെ കുറച്ച് കാലത്തായി. വെള്ളിത്തിര വിപ്ലവം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം പല മേഖലകളിലും ചെറിയ മാറ്റങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാവുന്നത് ഇങ്ങനെ തുറന്നു പറയാൻ ധൈര്യമുള്ള മനുഷ്യരുടെ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് മലയാളത്തിലെ ഒരു പ്രശസ്തയായ യുവനടി തുടങ്ങി വെച്ച പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിലേക്കൊക്കെ കത്തിപ്പടരുന്നത്. പക്ഷേ അങ്ങനെ കത്തിപ്പടരുമ്പോഴും ഇടയ്ക്ക് ബീഡി വലിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആളുകളുടെ വെളിപ്പെടുത്തലുകൾ, അവരെ നമ്മൾ കേൾക്കരുത്. പക്ഷേ അതേസമയം ഈ മേഖലയിൽ നിൽക്കുന്ന ഈ പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം.